എന്നാടാ രണ്ട് പ്രാവശ്യം ജയിൽ ചാടാൻ ശ്രമിച്ചതുകൊണ്ട് വിക്രമനെ ഒരു പ്രത്യേക സെല്ലിലിട്ടിരിക്കുകയാണ്. ഈസ് ആൻ അൺറൂളി എലമെന്റ്. അനുസരിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. രണ്ടുപേരെ കൊന്നവനല്ലേ. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? അത്ഭുതകരമായിരിക്കുന്നു. മുടിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. എന്താ അത്ര സൂക്ഷിച്ചു നോക്കുന്നത്? മനുഷ്യനെ കണ്ടിട്ടില്ലേ? ഓ, വിലങ്ങ് കണ്ടിട്ടായിരിക്കും. ജയിൽ ചാടി പോകാതിരിക്കാനുള്ള കുരുക്ക. എപ്പോഴീ കുരുക്ക കാണണം കേട്ടോ. ഇനി നമുക്ക് പോവാം. തറവാട്ടിലേക്ക് പോയിക്കൂടെ ചോദിച്ച്. ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അല്പസമയം കൂടുന്ന ക്ഷമിച്ചുകൂടെ വിക്രമ? ക്ഷമിക്കാം. ഇവിടെ അല്പം താമസമുണ്ട്. ആ സ്റ്റൂൾ കരുതരുത്. സ്റ്റൂൾ എടുക്കാൻ പറയുമ്പോ കഥകളി കാണിക്കുന്നു. ഓ, ഇവരിവിടെ ഉള്ളതുകൊണ്ടൊന്നും വയ്യെന്നായിരിക്കും. പിന്നൊരു കാര്യം, എന്നെ തല്ലാൻ വല്ല പരിപാടി ഉണ്ടെങ്കിലേ വില കഴിച്ചിട്ടല്ലണം. നിന്നെ ആരും തല്ലില്ല വിക്രമ. ആ ഇരിക്കേ. ഗോപിനാഥ് കമ. മിസ്റ്റർ ഗോപിനാഥ്, വിക്രമനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താണാവോ? ഇവനെ കുറച്ചു നാളത്തേക്ക് വെളിയിൽ തരാം. ഒരു 3 മാസത്തേക്ക്. മിസ്റ്റർ മേനോൻ എന്താ ഈ പറയുന്നത്? ജീവപര്യന്തം ശിക്ഷിച്ചിട്ടിരിക്കുന്ന കൊലപ്പുള്ളിയാണ് വിക്രമൻ. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. വിക്രമനെ വെളിയിൽ കൊണ്ടുപോകുന്നതിന്റെയും തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഞാനേക്കാം. പക്ഷെ അതിന് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സാങ്ഷൻ ഇല്ലാതെ പറ്റില്ല. രാജ്യത്തിന് പൊതുവായി താല്പര്യമുള്ള എന്തെങ്കിലും കാര്യത്തിലാണെന്ന് തെളിയിച്ചാൽ സാങ്ഷൻ കിട്ടിയേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രാജ്യത്തിന്റെ പൊതുവായ കാര്യം തന്നെയാണ്. സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ വന്ന ജയമോഹനെ സാമൂഹ്യ വിരുദ്ധന്മാർ മനഃപൂർവ്വം കൊന്നിട്ടുള്ളതാണ്. പക്ഷേ അവർ മരിച്ചു എന്ന് കരുതിയിരിക്കുന്ന ജയമോഹൻ തിരിച്ചു വരുമ്പോ പല അത്ഭുതങ്ങളും സംഭവിച്ചു എന്ന് വരും. നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? പക്ഷേ വിക്രമനെ ജയമോഹനാക്കി എടുക്കാൻ കുറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ഏൽക്കുന്നു. എങ്കിൽ ഗവൺമെന്റിൽ നിന്നും സാങ്ഷൻ വാങ്ങിച്ചു തരുന്ന കാര്യം ഞാനും ഏൽക്കുന്നു. മിസ്റ്റർ മേനോന്റെ ജാമ്യത്തിലെ വിടാൻ പറ്റൂ. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ജയമോഹൻ മരിച്ചിട്ടില്ല എന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഫർദർ പ്രൊസീഡിങ്സ്. മരിച്ചുപോയ വിവരം പുറത്തറിയാതിരിക്കാൻ ഹോസ്പിറ്റൽ പ്രത്യേക ഏർപ്പാട് ചെയ്യണം. അതിന്ന് തന്നെ ചെയ്തേക്കാം. ഇനി നമുക്ക് വിക്രമനോട് ഈ വിവരം സംസാരിക്കണ്ടേ? ഇപ്പൊ വേണ്ട. അത് നമ്മൾ ഈ അനുവാദം വാങ്ങിയ ശേഷം മതി. അവൻ വരാൻ വിസമ്മതിക്കുമോ? ഒരു പ്രത്യേക പ്രകൃതമാണ്. എന്നാലും ജയിലിൽ നിന്നും പുറത്തു ചാടാൻ ഒരു അവസരമായതുകൊണ്ട് വന്നേക്കുമെന്നാ തോന്നുന്നത്. ഞങ്ങൾ താമസിച്ചു വിക്രമ. താമസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. വിക്രമന്റെ നാട് എവിടെയാ? പറഞ്ഞിട്ട് എന്താ വേണം? വീട്ടിൽ ആരൊക്കെയുണ്ട്? കല്യാണം വല്ലതും ആലോചിക്കാനാണോ? സ്നേഹം കൊണ്ട് ചോദിക്കുന്നല്ലേ വിക്രമ? വേണ്ട വേണ്ട, അങ്ങനെ അങ്ങോട്ട് സ്നേഹിക്കണ്ട. ശരി, വിക്രമനെ സെല്ലിലേക്ക് കൊണ്ടുപോയിക്കോളൂ. മതിയായ? ആ നടാ. ഒരാൾ മുന്നിലും ഒരാൾ പിന്നിലും ഉണ്ടായിരിക്കണം. എന്നെ അവിടെ കൊണ്ടൊരു തല്ലാനാണ് ഭാവമെങ്കിലേ എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. ഇവന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. നമുക്ക് കൺവിക്ട് രജിസ്റ്റർ നോക്കാം. നെയിം വിക്രമൻ, പ്ലേസ് ഓഫ് ബർത്ത് പാറശാല, ഹൗസ് നെയിം മേടയിൽ, ഫാദേഴ്സ് നെയിം അൺനോൺ, മദേഴ്സ് നെയിം ശാരദ. കൊച്ചമ്മേ, കൊച്ചമ്മേ. ആരത്? ഞാനാണ്, പാൽക്കാരി ശാരദ.
പാല്. അടുക്കളയിലേക്ക് വെച്ചേക്ക്. കൊച്ചമ്മ അവൾ ഇന്നലെ വീട്ടിൽ പോയി. പ്രസവം കഴിഞ്ഞേ വരൂ. തിളപ്പിച്ച് തരണേ മോനെ. ആ ഏമാനെ, തീപ്പെട്ടി എവിടെ ആയിരിക്കുന്നേ? എന്താ ആലോചിക്കുന്നത്? അല്ല, വിക്രമിനെ ഒരു പോലീസ് ഓഫീസറാക്കി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. ബുദ്ധിമുട്ടിയ പ്രയോജനമുണ്ടല്ലോ, അതുകൊണ്ട് ബുദ്ധിമുട്ടാൻ തന്നെ തീരുമാനിച്ചു. അപ്പോ ഗവൺമെന്റ് സാങ്ഷന്റെ കാര്യം ഇന്ന് തന്നെ ഐ ജിയെ കണ്ട് അനുമതി വാങ്ങാം. താങ്ക്സ്. ഞാൻ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ബൈ ഓൾ മീൻസ്. അവന് സെല്ലിക്കുള്ള പോട്ടാത്ത സെന്റർ. യെസ് സർ. You please contact IG's PA and fix up an appointment today itself. യെസ് സർ. ഹലോ, വത്സലയല്ലേ? ആ അതെ, ഞാൻ തന്നെ. ആ, ജയമോഹന്റെ അസുഖമൊക്കെ ഭേദമായി. ഇനി കുറച്ചുനാൾ റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറയുന്നു. വേണ്ട, വീട്ടിൽ വേണ്ട, നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവാ നല്ലത്. ആ, വത്സല എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തണം. വാച്ച്മാനോടുണ്ട്. ജയമോഹനോടൊന്നിച്ച് ഞാനും അവിടെ എത്താം. ഓക്കെ? വിക്രമ, നിന്നെ അയക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന് നിനക്കറിയാമല്ലോ. ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥതയോടും കൂടി അത് ചെയ്തിട്ട് വരണം. മിസ്റ്റർ മേനോൻ, നൗ യു ക്യാൻ ടേക്ക് ഹിം. ഗുഡ് ലക്ക്. താങ്ക്സ്. വരൂ വിക്രമ. ചേട്ടാ, ജയിച്ചെന്നെ മനസ്സിലായില്ലേ? ചേട്ടനോ? ഏത് ചേട്ടൻ?
ശങ്കരപ്പിള്ളേ, ഓ. അകത്തേക്ക് വിളിച്ചോണ്ട് പോ. വന്നാട്ടെ. ആ ചെല്ലേ, പെട്ടെന്ന് കാപ്പി ഇട്ട് കൊടുക്കണം. ഓ. ഉം? ചെല്ലു. മോള് വാ, പറയാം. ഉം. ശങ്കരപ്പിള്ളേ, എന്തോ? ആ വാതിൽ പുറത്തുനിന്ന് അടച്ചേക്ക്. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കണം. ശരി. വരും. കുഞ്ഞെ കാപ്പി അവിടെ വെച്ചേക്ക്. അവിടെ വെച്ചിരുന്നാ തണുത്തു പോവും. തണുത്ത കാപ്പി എനിക്കിഷ്ടം. എന്നാ തണുത്തിട്ട് കുടിച്ചാ മതി. ശങ്കരപ്പിള്ള പുറത്തിരിക്കാം. മോളെ, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല. ജയനെ ഏതോ ദ്രോഹികൾ മനഃപൂർവ്വം കൊന്നതാണ്. അവരെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവനെ ഞാൻ ജയിലിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മോടെ സഹായമാണ് ഏറ്റവും പ്രധാനം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്കിൾ പറയൂ, അതുപോലെ ചെയ്യാം. അങ്കിൾ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മറ്റാരും അറിയണ്ട. ജയം മരിച്ചുപോയ വിവരം കുഞ്ഞുങ്ങളോട് പോലും പറയരുത്. അതുപോലെ തന്നെ ഇവനെ ജയമോഹനാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി മോൾ അങ്കിളിനെ സഹായിക്കുകയും വേണം. അങ്കിൾ, എന്റെ ജയേട്ടനെ കൊന്ന ദ്രോഹികളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവനെ എങ്ങനെങ്കിലും നമുക്ക് ട്രെയിൻ അവനെ ചതിച്ചു. എന്താ ശങ്കരപിള്ളേ? കുഞ്ഞിനെ കാണുന്നില്ല. ജയമോഹനെയോ? അതെ, ഓട് പൊളിച്ചാ ചാടിയിരിക്കുന്നേ. ബ്ലഡി ബാസ്റ്റർഡ്. ഞാൻ ക്യാമറ എടുക്കാൻ മറന്നു. എടുത്തില്ലല്ലോ. നമ്മൾ പെട്ടികളൊക്കെ എങ്ങനെ ഇറക്കും? ഞാൻ കയറാൻ. നീ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്. എന്ത് പറ്റിക്കത്? ആരും എന്റെ കൈ ചവിട്ടി. ചവിട്ടിയോ? അതാരാ? ഞാനൊന്ന് നോക്കട്ടെ. എന്താടേ വണ്ടിയുടെ മോളിലൊരാൾ തപ്പ് നടക്കുന്നു? വണ്ടിയുടെ മോളിൽ ഒരാൾ തപ്പ് നടക്കുന്നു. ഇവിടെ ആരുമില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ. മാരനിക്ക് തോന്നിയതല്ലേ? ഇവിടെ ഒരു ഈച്ച പോലും ഇല്ല. നല്ല തണുപ്പുണ്ടല്ലേ. ഡിസംബർ മാസത്തിൽ സിമിലയിൽ പോണം. മലകളെല്ലാം മഞ്ഞു മൂടി കിടക്കും. തണുത്ത് ഉറച്ചു പോകും. നീ പോയിട്ടുണ്ടോ?
പിന്നെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. എന്റെ ചേച്ചിയും ചേട്ടനും സിമിലയിലാണ്. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അടുത്ത എക്സ്കർഷൻ നമുക്ക് സിമിലയിലാക്കി കളയാം. എത്ര പേര് കാണാൻ പോകാൻ? ഞാൻ വരാം, ഞാനും വരാം. എന്റെ പരിപൂർണമായ ഉത്തരവാദിത്വത്തിലാണ് നിന്നെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത്. അത് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ എന്നെ ചതിക്കാനാണ് ഭാവമെങ്കിൽ തുറന്നു പറയണം. എന്തിനാ ഓടിപ്പോയത്? എന്നെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നത് ഇവിടെ അടച്ചുപൂട്ടിയിടാനായിരുന്നു. എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. എന്നെ വിശ്വാസമില്ലാത്തവരെ എനിക്കും വിശ്വാസമില്ല. ഓഹോ, അതായിരുന്നോ കാര്യം? ഇനിമേലിൽ അതുണ്ടാവില്ല. ഇന്നു മുതൽ വിക്രമൻ ഇവിടെ പൂർണ്ണ സ്വതന്ത്രനായിരിക്കും. എന്താ, സന്തോഷമായില്ലേ? സന്തോഷമൊന്നും ആയില്ല, എന്നാലും നോക്കട്ടെ. പോയി കാപ്പി കുടിക്ക.